നയന ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാളെ കിട്ടുന്നില്ല. അപ്പോൾ ആദർശ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ വിളിക്കുന്ന സമയത്ത് ആദർശ് എവിടേക്ക് വരുമ്പോൾ നയന പെട്ടെന്ന് തന്നെ ഫോൺ ബാക്കിലേക്ക് പിടിക്കുകയാണ്. നീ ആർക്കാ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന ആർക്കും ഇല്ല എന്ന് പറയും. നീ ആർക്കോ വിളിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിനക്ക് ഞാൻ നല്ലൊരു ജോലി ഓഫർ ചെയ്തല്ലേ, എന്നിട്ട് പിന്നെ നീ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ ജോലിക്ക് വേണ്ടി യാചിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലി എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് ജോലി തരുന്നതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അതിന് അമ്മ എതിരൊന്നല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും എനിക്ക് ആ ജോലി വേണ്ടാന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ ഇത്തരം കോംപ്ലക്സ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും എനിക്കത് വേണ്ടാന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ഈ അഹങ്കാരമാണ് നിന്റെ വലിയൊരു പോരായ്മ എന്ന് പറയുകയാണ്. ഞങ്ങൾ പാവങ്ങൾക്കും ഇത്തിരിയൊക്കെ അഹങ്കരിച്ചൂടെ, എല്ലാം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിന്റെ വീട്ടിലെ കടമൊക്കെ എങ്ങനെ വീട്ടെന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ ആദർശിനോട് പറയുന്നത് എല്ലാം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ഞാൻ എന്തായാലും ആദർശേട്ടൻ്റെ ഇങ്ങനെ പരിമിതികളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് നവ്യാണെങ്കിൽ ഇങ്ങനെ അബീനെ കാണാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അബി മദ്യപിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നീ മദ്യപിച്ചിട്ടുണ്ടോ, നിന്നോട് ഇത്രയും ലേറ്റ് ആയിട്ട് വരരുതെന്ന് നിനക്ക് മുത്തശ്ശൻ വാണിംഗ് തന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞ് നവ്യനെ സോപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവനിങ്ങനെ ഒരുപാട് നാളായി എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ട്, അപ്പോൾ അത് എന്തായാലും ഇങ്ങനെ മദ്യത്തിൻ്റെ ഇതിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നവ്യാണെങ്കിലും അതാണ് മനസ്സിൽ ഓർക്കുന്നത്. പിന്നീട് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് അബിക്കും, അതുപോലെ തന്നെ അബി തിരിച്ചും നബിക്കും കൊടുക്കുന്നുണ്ട്. പിന്നീട് നവ്യനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിന്നെപ്പോലെ ഒരു സുന്ദരീനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും അതുപോലെ നിന്നെപ്പോലെ സുന്ദരി ആയിരിക്കണം എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നവ്യ വാതിലൊക്കെ അടച്ചു വന്ന് അബിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനിങ്ങനെ അകന്നിരുന്നാൽ പോരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അബിയുടെ അടുത്ത് കയറി കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നയന അങ്ങനെ വിളിക്കുന്നത്, ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് പ്രതിമ ഇങ്ങനെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അയാളെയാണ് വിളിക്കുന്നത്. അപ്പോൾ അയാൾ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവിടെ എന്ത് വിശേഷം, മോൾക്കല്ലേ വിശേഷങ്ങൾ, മോളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, മോളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോളുടെ അച്ഛൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൾ അവിടെ ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ ഓർഡർ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ആ ഓർഡർ ഇങ്ങനെ മാറ്റി കൊടുക്കരുത്, അത് അച്ഛൻ തന്നെ കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു, ഗോവിന്ദൻ പ്രതിമയൊക്കെ ഇങ്ങനെ ചെയ്യുമെങ്കിലും അത് ഇങ്ങനെ അത്രയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ നയന ചെയ്യുന്ന പോലെ ആവില്ല എന്നുള്ളതിൽ സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മോള് ആ വർക്ക് ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ അത് ധൈര്യമായിട്ട് കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, സാറ് ധൈര്യമായിട്ട് അച്ഛൻ തന്നെ വർക്ക് കൊടുത്തോ, ഞാൻ എന്തായാലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ വർക്കെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ അബി ഇങ്ങനെ എണീക്കുന്ന സമയത്ത് ഇങ്ങനെ നവീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നീ എന്നോടാണ് ചോദിക്കുന്നത്, നീ ഇന്നലെ മദ്യപിച്ചിട്ടല്ലേ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നീ മദ്യപിച്ച് വന്നായാലും എന്നെ ഇന്നലെ ഒരുപാട് സ്നേഹിച്ചു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ സ്വബോധത്തോടു കൂടി എന്നെ സ്നേഹിക്കൊന്നുമില്ലല്ലോ, അപ്പോൾ എന്തായാലും ഇന്നലത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അപ്പോൾ കുറച്ച് അകന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോഴാണ് നവ്യ പറയുന്നത്, എന്നാലും എന്തായാലും എനിക്ക് ഇന്നലത്തെ ദിവസം മറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നത് ദൈവം എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശിന് ചായ കൊണ്ടു കൊടുക്കുകയാണ് നയനയാണെങ്കിലും. അപ്പോൾ നയന ഇങ്ങനെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ, അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അച്ഛന് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നിനക്ക് ഞാൻ അതിനേക്കാളും നല്ലൊരു ജോലി ഓഫർ ചെയ്തല്ലേ, എന്നിട്ടിപ്പോൾ നീ അത് വേണ്ടെന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് പോവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ അനന്തപുരിയുടെ മരുമോളായ സ്ഥിതിക്ക് ഇങ്ങനെ അതിൻ്റെ അന്തസ്സിന് ചേർന്ന ജോലി വേണ്ടേ ചെയ്യാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് എന്നൊക്കെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഭഗവാന്റെ പ്രതിമ ഉണ്ടാക്കുന്നത് നല്ല ജോലിയല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം അഭി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും തർക്കിക്കാനില്ല, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. അപ്പം നയന സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നയനേൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് അയാൾ അഡ്വാൻസും കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഓർഡർ തരാമെന്ന് വിചാരിച്ചു എന്നൊക്കെ ഗോവിന്ദനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര പെട്ടെന്ന് അത് തീരുമാനം മാറ്റിയതെന്ന്. അപ്പോൾ തീരുമാനം മാറ്റിച്ചതാണ്. അപ്പോൾ നയനെ വിളിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഡ്വാൻസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഗോവിന്ദൻ അത് വാങ്ങിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ. അവർക്ക് വേണ്ടാന്ന് പറയുകയാണ്, അത് ആർക്കെങ്കിലും കൊടുത്തോളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ മോളെ ഇങ്ങനെ വീട്ടിൽ വരുത്തി ഇങ്ങനെ ജോലി എടുപ്പിക്കുന്നത് ശരിയല്ല, അതിങ്ങനെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നയന ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവർ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണല്ലോ നയന വരുന്നത്. ഇതാ മോള് വന്നല്ലോ എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ അച്ഛൻ അഡ്വാൻസ് വാങ്ങിക്കുന്നില്ല എന്നൊക്കെ അയാൾ പറയുമ്പോൾ അതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നയന, ഞാൻ എൻ്റെ ആദർശേട്ടനോട് ചോദിച്ചിട്ടാണ്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനായിട്ട് ഇവിടെ വരുന്നതല്ല, ആദർശേട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദനെ അത് സമ്മതിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസ് എന്തായാലും വാങ്ങിക്കാൻ ഗോവിന്ദൻ തയ്യാറാവുന്നില്ല. അപ്പോൾ നയന പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പിണക്കത്തിൽ ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, എന്നെ കാണാൻ അച്ഛനും അമ്മയും അങ്ങോട്ടും വരണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കനക പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ അങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നയന അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നയന പോകുന്ന സമയത്ത് കനക പറയുന്നുണ്ട്, ഇങ്ങനെ മോളെ വിളിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ മോളെ പോവരുത് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മോളിങ്ങനെ ഒരുപാട് ദിവസം ഇവിടെ അതിനായിട്ട് നിൽക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകുന്ന, അങ്ങനെ വന്നിട്ട് ജോലി ചെയ്തു തരാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ഒരു മടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോവാന്ന് നയന പറയുന്ന സമയത്ത് മോള് പോകരുത് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ അഡ്വാൻസ് വാങ്ങിക്കണമെന്ന് പറയുകയാണ്. പിന്നെ അപ്പോഴേക്കും കനകയാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്തായാലും ഇപ്പോൾ മോളുടെ ഒരു ഇതല്ലേ, മോള് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എതിർക്കാതിരിക്കുന്നതാണ് നല്ലത്, അതങ്ങ് വിട്ടുകൊടുത്തേക്കെന്ന് പറയണം. പിന്നീട് ഗോവിന്ദന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ അഡ്വാൻസ് വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, രണ്ടുപേരും സംസാരിച്ച് ഒരു ഇതിലെത്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. മോള് മിടിക്കുകയാണല്ലോ, എനിക്കറിയായിരുന്നു അച്ഛൻ സമ്മതിക്കും എന്നുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഭഗവാന്റെ പ്രതിമ ഉണ്ടാക്കുന്ന മോളുടെ മുന്നിൽ വെച്ച് തന്നെ അച്ഛൻ അഡ്വാൻസ് വാങ്ങിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ഒന്ന് മടിച്ച് നിൽക്കുമ്പോൾ നയന ഇങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിനുശേഷം അയാളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ള പൈസ ഘട്ടം ഘട്ടമായിട്ട് തന്നോളാം, എന്തായാലും നിങ്ങൾ വർക്ക് തുടങ്ങിയേക്കോ എന്നൊക്കെ പറയുകയാണ്. അപ്പം അതിനുശേഷം പിന്നീട് ഗോവിന്ദനോടും ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഗോവിന്ദനോടും കനകേനോടൊക്കെ ഇങ്ങനെ കുറച്ച് തമാശയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നയന. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അത് വാങ്ങിച്ചതിൽ ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നീട് അഭിയും ജലജയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ അമ്മായിയുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നയന വീട്ടിലേക്ക് പോയ കാര്യമാണ് അഭി ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും അവരിങ്ങനെ സംസാരിക്കുകയാണ്. ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, രണ്ട് ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹിച്ച് തുടങ്ങിയതാണ്, അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോയി എന്നൊക്കെ പറയുകയാണ്. പിന്നെ അതിന് ശേഷമാണെങ്കിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേവയാനി അവിടേക്ക് വരുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇതാ വരുന്നുണ്ട് എന്ന്. പിന്നീട് ജലജ ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെ ഏട്ടത്തി പറയുന്നത് ആദർശ് അനുസരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഏട്ടത്തിയുടെ ഒപ്പം തന്നെയാണ് നയനയുടെ സ്ഥാനം അവൻ്റെ മനസ്സിലെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ അതെങ്ങാനും കൂടി വരുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ. പിന്നീട് നയന വീട്ടിലേക്ക് പോയ കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ്. അപ്പോൾ എന്തായാലും ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യയ്ക്ക് ഞാൻ മൊബൈൽ ഫോണൊക്കെ കൊടുത്തതാണല്ലോ, പിന്നെ എന്തിനാ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചാൽ പോരെ എന്നുള്ളതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവളുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണ് പോയിട്ട് വരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ അസുഖം പകർത്താൻ പോയതാണോ? അപ്പോൾ ഇപ്പോഴത്തെ അസുഖമൊക്കെ പകർന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിൽക്കും, അത് വീട്ടിലെ മുതിർന്നവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ജലജയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, അവളുടെ അമ്മ ഇനി അവളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചായിരിക്കും ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ. അപ്പോൾ അവൾ അങ്ങനത്തെ ഒരു ഇതൊന്നല്ല എന്നുള്ളതിൽ ഇങ്ങനെ ആദർശ് സംസാരിക്കുകയാണ്. അപ്പോൾ അത് ജലജയ്ക്ക് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെയുള്ളവരാണ്, നമ്മളൊക്കെയാണല്ലോ വിഷം തുപ്പുന്നവരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജ ദേഷ്യത്തോടു കൂടി. അപ്പോഴേക്കും മുത്തശ്ശി അവിടെ വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിനോട് ആദർശ് കാര്യം പറയുന്നുണ്ട്, നയന അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് പോയി, ഞാനാണ് അവൾക്ക് അനുവാദം കൊടുത്തത് പോവാൻ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതിലെന്താ ഇത്ര തെറ്റ്, അമ്മമാർക്ക് വയ്യാതായാൽ മക്കൾ തന്നെയല്ലേ പോവേണ്ടത്, അതുപോലെ തന്നെ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ 2 ദിവസം അമ്മേൻ്റെ കൂടെ നിന്നിട്ട് വരും, അതിലിപ്പോൾ എന്താ അത്ര തെറ്റ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അമ്മേനോട് മറുപടി പറയാൻ എനിക്കില്ല, എന്നാലും ഞാൻ നിന്നോട് പറയുകയാണ്, നീ എങ്ങാനും എൻ്റെ വാക്ക് ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവളുടെ അമ്മയായിരിക്കില്ല സുഖമില്ലാതെ കിടക്കുന്നത്, ഈ ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭീഷണി പോലെ പറയുന്നുണ്ട്. പിന്നീട് നയന ഇങ്ങനെ വീട്ടിലേക്ക് വന്ന കാര്യത്തിനെ കുറിച്ചും പറയുകയാണ്. അവളിങ്ങനെ പിൻവാതിലൂടെ അല്ലേ വന്നത്, അതുകൊണ്ട് അവളിങ്ങനെ അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി, ഈ വീടിൻ്റെ അടുക്കും ചിട്ടയ്ക്കും അനുസരിച്ച് ഇങ്ങനെ പോയാൽ മതി, തന്നിഷ്ടത്തിന് ഒരു കാര്യം അവൾ ചെയ്യേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് അത് ഇഷ്ടാവുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടി ഒരിക്കലും തന്നിഷ്ടത്തിന് ഒരു കാര്യം ചെയ്തിട്ടില്ല, ഈ വീടിൻ്റെ അടുക്കും ചിട്ടയ്ക്കും അനുസരിച്ച് തന്നെയാണ് ആ കുട്ടി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയും അവൾക്ക് സപ്പോർട്ടായിട്ടില്ലെങ്കിൽ അവൾ എന്നേ വീട്ടിൽ നിന്ന് പുറത്തായി പോയേനെ, അവളുടെ ചേച്ചിയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നീട് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാനും മുത്തശ്ശിനും മാത്രമല്ലല്ലോ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്, മോൻ്റെ അച്ഛനും അത് തന്നെയല്ലേ പറയുന്നത്, ഇങ്ങനെ അവർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് നൈനമോൾ എന്നല്ലേ പറയുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മോൻ്റെ അച്ഛനും മുത്തശ്ശനും ബിസിനസ്സുകാരിയായിട്ടുള്ള ഒരു യാത്രയ്ക്ക് പോയതല്ലേ, അവർ പോയതിന് ശേഷം ഈ വീട്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അവർ തിരിച്ചു വരുന്ന സമയത്ത് ഒരാളും ഇവിടുന്ന് പുറത്തു പോകാനായിട്ടുള്ള ഒരു ഇത് ഇവിടെ ഉണ്ടാവരുത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഇങ്ങനെ ആദർശിനോടായിട്ട് പറയുന്നുണ്ടായിരുന്നു, മോന് ഓർമ്മ വെച്ച നാൾ മുതൽ മുത്തശ്ശൻ തരുന്നൊരു ഉപദേശമാണ്, ആരുടെ ഭാഗത്താണോ ശരി അവരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്, നിൻ്റെ ഭാര്യയുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ നീ അവൾക്കൊപ്പം തന്നെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശി അതൊക്കെ ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്, എല്ലാവരോടും കൂടിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി അങ്ങ് പോകുന്ന സമയത്ത് ജലജ വീണ്ടും ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അപ്പച്ചിയുടെ സ്വഭാവം മാറ്റണം, വെറുതെ അപ്പച്ചി ഇവനും കൂടെ ഇങ്ങനെ അമ്മേനെ വെറുതെ ചൂട് പിടിപ്പിക്കരുത് എന്നുള്ളതിൽ അങ്ങ് പറഞ്ഞിട്ട് ആദർശം പോകുന്നുണ്ട്. അതിനുശേഷം ജലജ ഇങ്ങനെ വീണ്ടും പിന്നീട് ജലജയാണെങ്കിൽ വീണ്ടും ആദർശിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ദേവേനെ പറയുന്നുണ്ടായിരുന്നു, നീ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നിന്റെ മോനെ പോലെയൊന്നല്ല അവനിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ അറിഞ്ഞ് ജീവിക്കുന്നവനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിഷമമൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് ദേവേനയും പോകും. അപ്പോൾ ജലജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.